ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ രണ്ടാമത്തെ റെസിപ്പിയാണ്. ഇന്നൊരു മട്ടൻ്റെ പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മുടെ ഇതുപോലത്തെ വിശേഷ അവസരങ്ങളിലൊക്കെ മട്ടൺ സ്റ്റൂവും അപ്പവും ഒക്കെ മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ ഒരു കോമ്പിനേഷനൊക്കെ ഉണ്ടാക്കുന്ന ഐറ്റം തന്നെയാണല്ലോ. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തോട്ട് ബാക്കി എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കോൺഫ്ലോർ ചേർക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടും. അതിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. ഇനി ബാക്കി നമുക്ക് അതിനകത്തോട്ട് ചേർക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, അതുപോലെ കറിവേപ്പില, പച്ചമുളക്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ 2 ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് 1.5 കിലോ ഇറച്ചിയുണ്ടല്ലോ, അപ്പോൾ ഏകദേശം അത്രയും ചേർത്തെങ്കിലാണ് അതിൻ്റെ എല്ലാം കൂടി നല്ലൊരു ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല രുചിയായിട്ട് മാറുന്നത്. ഇനി അതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ്. ഒരു വലിയ നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയ്ക്ക് വേണ്ടി ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ കറുവാപ്പട്ട, തക്കോലം, ഗ്രാമ്പൂ, ഏലയ്ക്ക, കുരുമുളക്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവുകളൊക്കെ ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഓൾ സ്പൈസസ് അല്ല ചേർക്കുന്നതെങ്കിൽ പൊടിച്ച മസാല ചേർക്കാനാണ്, അത് ചേർത്താലും മതി. എങ്കിലും ഇത് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് വരുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇന്നിവിടെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇനി വേവിക്കാൻ വെക്കണം. വേവിക്കുന്ന സമയത്ത് ഇതിനകത്തോട്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് അത് വെന്തോളും. കുക്കറിൽ നമ്മൾ ഒരു 3-4 വിസിൽ ആയി കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് വെക്കാം. അന്നേരത്തേക്കും ആവശ്യത്തിന് വെന്തിട്ടുണ്ടാകും അത്. അപ്പോൾ നമുക്കിനി ഇറച്ചി വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ വെന്ത് വരുന്ന സമയത്ത് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഇപ്പോൾ ഞാനൊരു വലിയ നോൺ സ്റ്റിക്കിൻ്റെ കടായി തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ഒരു 3 വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട്, അതുപോലെ തന്നെ സവോളയും വലിയതാണ് കേട്ടോ, 3 വലിയ സവോളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി വെളുത്തുള്ളി ചേർത്തുകൊണ്ട് ഇനി വെളുത്തുള്ളി ചേർക്കണില്ല. ഇനി ഒരു കുറച്ച് ഇഞ്ചിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ പച്ചമുളകും കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് സവോള നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. മട്ടൺ സ്റ്റൂവിൽ നമ്മൾ ഒത്തിരി മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഗ്രേവിക്ക് തിക്നെസ് കിട്ടാനായിട്ട് സവോളയാണ് അതിനകത്ത് കൂടുതൽ ചേർക്കുന്നത്. അതുപോലെ ഇനിയിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി തക്കാളിയൊന്നും നമ്മൾ ചേർക്കത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് സവോളയാണ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കണ്ട സവോള ഇപ്പോൾ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മട്ടനും വെന്ത് റെഡിയായിട്ടുണ്ട്. നോക്കിക്ക്, കറക്റ്റായിട്ടാണ് വെന്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വെന്ത് പോയിട്ടുമില്ല, അത്യാവശ്യത്തിന് ചാറും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിൽ പോലും കണ്ട് ഇത്രയും വെള്ളം അതിനകത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ഇറച്ചിയും അതുപോലെ നമ്മുടെ മസാലയും കൂടി ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രുചിയാണ്. അതിനുശേഷം നമ്മളിപ്പം തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഞാനിപ്പോൾ 2ാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഏകദേശം 2 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിയുടെ അളവനുസരിച്ച് വേണം നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനായിട്ട്. കാരണം അതിൻ്റെ പുറത്ത് കണ്ട് ഈ രീതിയിലൊന്ന് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ എത്രയും വേണം, അല്ലെങ്കിൽ പിന്നെ കഴിക്കാൻ വരുമ്പോൾ ചാറൊക്കെ പറ്റിപ്പോയിരിക്കും. ഇപ്പം ഞാൻ കുറച്ച് കാഷ്നട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. 15 കാഷ്നട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിർന്ന് വന്നപ്പം അത് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുവാണെങ്കിൽ നല്ലതാണ്. കാഷ്നട്ട് അരച്ച് ചേർക്കുന്നതിന് പ്രത്യേകമായിട്ടൊരു രുചി തരുന്നുണ്ട്. അപ്പോൾ അതേ എല്ലാം കൂടി ഇട്ട് തിളച്ച് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് എരിവിന് കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ രുചി കറക്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് കുറച്ച് മസാലയൊക്കെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 1 കപ്പോളം 1ാം പാലുണ്ട്. വളരെ എളുപ്പത്തിൽ രുചികരമായിട്ടുള്ള നമ്മുടെ കറി ഇപ്പം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. തേങ്ങാപ്പാൽ അറിയാം, തലപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും തിളച്ച് മറിയാൻ അനുവദിക്കാറില്ല. സൈഡിൽ നിന്ന് തിള വരുമ്പോൾ തന്നെ കറി വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഇത്. അപ്പത്തിൻ്റെ കൂടെ ആയാലും അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ടുള്ളൊരു കറിയാണിത്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഉപ്പോ അതുപോലെ ഏതെങ്കിലും ടേസ്റ്റിന് കുറവുണ്ടെന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്കിത് കറി വാങ്ങി വെക്കാം.
ഇനി ലാസ്റ്റായിട്ട് ഇതിന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടി കുറച്ച് നെയ്യ്, ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടി ഒന്ന് വറുത്തിടുന്നുണ്ട്. ഓപ്ഷണലാണ്. ഇട്ട് കഴിയുമ്പോൾ നല്ല രുചി കിട്ടും കേട്ടോ. ഫെസ്റ്റിവൽ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കുമ്പോൾ നല്ലതായിരിക്കും. ഇച്ചിരി ഹെൽത്തൊക്കെ സൂക്ഷിക്കുന്നവരാണ് അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം ഇതുപോലെ അവസരങ്ങളിൽ സ്പെഷ്യലായിട്ടുള്ള ഒക്കേഷനിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് താളിച്ച് ഒഴിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അപ്പത്തിൻ്റെ കൂടെയാണിത് സെർവ് ചെയ്യുന്നത്. എനിക്ക് പണ്ടേ തൊട്ടേ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ് കേട്ടോ, അപ്പവും മട്ടൺ സ്റ്റൂ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വല്ല ഗസ്റ്റ് വരികയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള പ്രത്യേക അവസരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് കേട്ടോ മട്ടൺ സ്റ്റൂ. ഇപ്പോൾ ഞാൻ ഇവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അങ്ങനെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ക്രിസ്മസ് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.